നമസ്കാരം. നമ്മളോടൊപ്പം ഇന്നുള്ളത് ഡോക്ടർ ഗോപികൃഷ്ണൻ ആഞ്ജനേയനാണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡെർമറ്റോളജി, അഡീഷണൽ പ്രൊഫസർ, അമൃത ഹോസ്പിറ്റൽ. ചോദിച്ചാലും തീരാത്തത്ര സംശയങ്ങളാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ നമുക്കുള്ളത്. സോ ഓരോരോ നമ്മളുടെ ഡൗട്ട്സ് ആയിട്ട് സാറിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. സ്റ്റീറോയിഡ്സിൻ്റെ യൂസ് ഇല്ലേ, നമ്മൾ അറിയാതെയും നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ, പ്രിസ്ക്രൈബ് ചെയ്തിട്ടോ അല്ലാതെ നമ്മൾ ഡയറക്റ്റ്ലി പോയി വാങ്ങുമ്പോഴൊക്കെ. അത് ലോങ് ടേമിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? Yes, definitely. Steroids basically steroids should be prescribed only by a dermatologist. Steroids നമ്മൾ കോമൺ ആയിട്ട് അറിയുന്നത് തന്നെ, ഇപ്പോൾ ഞാൻ ഒരു പേഷ്യൻ്റ് ഒരു സ്റ്റെറോയിഡ് പ്രിസ്ക്രൈബ് ചെയ്താൽ മെനി ടൈംസ് ഇപ്പം നമ്മൾ പേഷ്യൻസ് തന്നെ ദേ ആർ വെൽ ഇൻഫോംഡ്, ദേ ആർ ആസ്കിങ് ലൈക്ക് യു ആസ്ക്ഡ് ദാറ്റ് ഇത് സ്റ്റെറോയിഡ് ക്രീം ആണ്, ദേ ആസ്ക് us. ദാറ്റ്സ് എ ഗുഡ് തിങ്. ആ ഒരു നോളേജ് ഇസ് എ ഗുഡ് തിങ്. ബട്ട് മെനി ടൈംസ് അവരിപ്പോൾ ഒരു ഫാർമസിസ്റ്റിന് പോയി കണ്ടു, ഔട്ട്സൈഡ് OTC ഓർ ദ കൗണ്ടർ വാങ്ങിച്ച് യൂസ് ചെയ്താൽ ആ ക്രീംസിൻ്റെ ഇഫ് ദേ യൂസ് ഇറ്റ് വിതൗട്ട് എ പ്രിസ്ക്രിപ്ഷൻ, ഡോക്ടർ അല്ലാണ്ട് എഴുതിയാൽ ലോട്ട്സ് ഓഫ് സൈഡ് എഫക്ട്സ് ആർ ദെയർ. എസ്പെഷ്യലി അവർ ആ കറക്റ്റ് ടൈമിൽ യൂസ് ചെയ്ത് ബിയോണ്ട് ദാറ്റ് ടൈം അവർ യൂസ് ചെയ്താൽ. സോ ബേസിക്കലി സ്റ്റിറോയിഡ്സ് ഇപ്പം വി പ്രിസ്ക്രൈബ്, ഡെർമറ്റോളജിസ്റ്റ് പ്രിസ്ക്രൈബ്സ് എ വണ്ടർഫുൾ ഡ്രഗ്. പക്ഷേ അത് ഇഫ് ഇറ്റ് ഇസ് യൂസ് ബിയോണ്ട് എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം, ഇപ്പം ഞാനൊരു 2 ആഴ്ചത്തേക്ക് എഴുതി, ആ പേഷ്യൻ്റ് ഒരു 4 weeks യൂസ് ചെയ്താൽ ഇറ്റ് ഈസ് ഓക്കെ. പക്ഷെ എവറി ടൈം അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു, ഒരു ചൊറിച്ചിൽ വന്നു, ഇഫ് ദി കീപ് യൂസിങ് ഇറ്റ് 2 months 3 months ആയാലും ദെൻ ദർ ആർ ലോട്ട്സ് ഓഫ് സൈഡ് എഫക്ട്സ്, പല സൈഡ് എഫക്ട്സ് ഉണ്ട്. ഓക്കെ, പ്രധാനമായിട്ട് നമുക്കപ്പോൾ അതിൻ്റെ പറയാൻ പറ്റുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്? കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒന്ന്, ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഇപ്പം ഞാനൊരു ഫോർ എക്സാമ്പിൾ ഒരു എക്സീം ഒക്കെ ആണ് കൊടുത്തത്. സോ ആ ഏരിയയിൽ എക്സീമ മാറി, പക്ഷേ ഇഫ് ദേ കീപ് യൂസിങ് ഇറ്റ്, ഇപ്പം എക്സീമ ഈസ് ബേസിക്കലി ഒരു കൈൻഡ് ഓഫ് എൻ അലർജി. എക്സീമ ഈസ് ഒരു ഡെർമറ്റൈറ്റിസ്, ഒരു അലർജി കൈൻഡ് ഓഫ് നോർമലി നമുക്ക് വരുന്ന ഒരു അലർജി, എല്ലാവർക്കും വരുന്ന ഒരു എക്സീമ. എക്സീമേൻ്റെ പല ടൈപ്സ് ഉണ്ട്. ഒന്നൊരു എറ്റോപ്പിക് എക്സീമ എന്ന് പറയും, വിച്ച് ഈ കുട്ടികൾക്കെല്ലാം വരുന്നത്, ചെറിയ കറുപ്പിനെല്ലാം പറയുന്നത്, തുമ്മലും ശ്വാസം മുട്ടലും കറുപ്പിനെല്ലാം അസോസിയേറ്റഡ് ആണ്, എറ്റോപ്പിക് എക്സീമ പറയും. അതുപോലെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സീമ. ക്രോണിക് എക്സീമ ഉണ്ട്, അക്യൂട്ട് എക്സീമ. ക്രോണിക് എക്സീമ മീൻസ് കുറേ നാൾ നിൽക്കും, നമ്മൾ ചൊറിഞ്ഞുകൊണ്ടിരുത്തൊരു കറുത്തൊരു പാട് വരുന്നത്. അക്യൂട്ട് എക്സീമ മീൻസ് കുറച്ച് നാൾ നിൽക്കും, ചൊറിയും, ഇത് കുറച്ച് റൂസിങ്ങും ഒരു ഇൻഫെക്ഷൻ എല്ലാം വരും, അതിന് വെറ്റ് എക്സീമ എന്നും പറയും. ക്രോണിക് എക്സീമ സ്റ്റേസ് ഓൺ ഫോർ എ ലിറ്റിൽ ലോങ്. നമ്മൾ ക്രീംസ് എല്ലാം യൂസ് ചെയ്താൽ ഇറ്റ് വിൽ ഗെറ്റ് ബെറ്റർ. പക്ഷേ അഗെയിൻ ഇറ്റ് ക്യാൻ കം ബാക്ക്. നമ്മളൊരു ഹാബിച്വൽ ആയിട്ട് തന്നെ, ഇഫ് ഐ എം ടോക്കിംഗ് ടു യു ആൻഡ് ഐ എം സിറ്റിംഗ് ഹിയർ ആൻഡ് ഞാനിങ്ങനെ സ്ക്രാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ ദെയർ വി ക്യാൻ ഗെറ്റ് എൻ എക്സീമ. സോ വേരിയസ് റീസൺസ് ആർ ദെയർ. പിന്നെ ഒരു അലർജിക് ടെൻഡൻസി ഉണ്ടെങ്കിൽ നമ്മൾ ഫുൾ ബോഡിയിൽ, ഈ അറ്റോപ്പിക് എക്സീമ എല്ലാം ക്യാൻ ഹാപ്പൻ ഓൾ ഓവർ ദ ബോഡി ഓൾസോ. സോ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചെറിയൊരു ഏരിയയിൽ ഒരു എക്സീം ഉണ്ട്, ഐ ഗേവ് യു ദാറ്റ് ക്രീം, സ്റ്റിറോയിഡ് ക്രീം. ഞാൻ പറയും ഒരു 2 ആഴ്ച 3 ആഴ്ച യൂസ് ചെയ്തിട്ട് നിർത്തണം. പക്ഷെ അവർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ഫോർ ദാറ്റ് ഏരിയ ആ സ്കിന്നിൻ്റെ തിക്നെസ് കുറയാനാണ് ഞാൻ മരുന്ന് തരുന്നത്. പക്ഷേ ഇഫ് ഇറ്റ് ഗോസ് ടു ദ സറൗണ്ടിങ് ഏരിയ, നോർമൽ സ്കിൻ വിൽ ബിക്കം തിന്നർ. സ്കിന്ന് തിന്നാവും, പ്ലസ് സ്കിൻ വെളുക്കാൻ തുടങ്ങും, വൈറ്റ് ആവാൻ തുടങ്ങും. ദാറ്റ് ഇസ് അനദർ പ്രോബ്ലം. സ്കിൻ വൈറ്റ് ആവാൻ തുടങ്ങും. പിന്നെ ഈസിലി ചെറിയ ഇൻഫെക്ഷൻസിന് ചാൻസ് കൂടും. ബിക്കോസ് സ്റ്റിറോയിഡ് ഇൻ എ വേ ഒരു ചെറിയൊരു ഇമ്മ്യൂണോ സപ്രഷനും ഉണ്ടാക്കും, ഇമ്മ്യൂണിറ്റി നമ്മൾ കുറച്ച് കുറക്കും. അപ്പോൾ ആ ലോക്കൽ ഇമ്മ്യൂണോ സപ്രഷൻ ഉണ്ടായാൽ അവിടെ പിന്നെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസും കൂടും ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇപ്പോൾ സാർ പറഞ്ഞു സ്റ്റീറോയിഡ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് സ്കിന്ന് തിന്നാവാനുള്ള ചാൻസ് ഉണ്ട്, വെളുക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അത് ബ്യൂട്ടി പ്രൊഡക്ട്സിലൊക്കെ അവരത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലല്ലേ? യെസ് അബ്സല്യൂട്ട്ലി. നമ്മളും ആക്ച്വലി ഇപ്പം ഫാർമ പ്രൊഡക്ട്സ്, നമ്മൾ മോഡേൺ മെഡിസിൻ, നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് പോലും ദർ ആർ സർട്ടൻ ഇൻഡിക്കേഷൻസ് വെയർ മൈൽഡ് ഒരു സ്റ്റിറോയിഡ്സ് കൊടുക്കുന്നത്. ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പം മെലാസ്മ നമ്മൾ കോമൺ അറിയുന്ന കരിമംഗലം പറയുന്നത്, വേർ ഫീമെയിൽസ് ഒരു 30-35 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഫേസിൽ ഈ മാലർ ഏരിയ പറയും, നെറ്റിൻ്റെ അവിടെ മൂക്കിൻ്റെ മേലെ വരുന്നൊരു പിഗ്മെൻറ്റേഷൻ, അതിന് മെലാസ്മ എന്നാണ് പറയും. അതിൽ ആക്ച്വലി ഒരു ഫോമുല ഉണ്ട്, ക്ലിഗ്മെൻ ഫോമുല പറഞ്ഞിട്ട്, വിച്ച് ഹാസ് ബീൻ ഗോയിങ് ഓൺ ഫോർ ഇയേഴ്സ്. അതിലൊരു സ്റ്റിറോയിഡും കൂടി ഉണ്ട് ആ ഒരു ഫോമുലയിൽ. പക്ഷേ ദെൻ അഗെയിൻ അത് കോൺസ്റ്റൻറ്റ് യൂസേജ് അത്ര നല്ലതല്ല. അപ്പം മെഡിക്കലി ഓൾസോ ഡെർമറ്റോളജിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, പക്ഷേ കുറച്ച് നാളെ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ദാറ്റ് സ്റ്റിറോയിഡ് ആക്ച്വലി ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ പിഗ്മെൻറ്റേഷൻ. ആ പിഗ്മെൻറ്റേഷൻ കുറച്ച് കുറയും. പക്ഷേ എഗെയിൻ അത് ഓവർ യൂസേജ് ഉണ്ടായാൽ എഗെയിൻ റെഡ്നെസ് വരാൻ തുടങ്ങും അവിടെ. പിന്നെ ചെറുതായിട്ട് നമ്മൾ വെയിൽ കൊണ്ടാൽ പോലും സിവിയർ റെഡ്നെസ് വരും, ഭയങ്കര സിവിയർ ഫോട്ടോ സെൻസിറ്റിവിറ്റി ഉണ്ടാവും. സ്കിന്നിൽ ഈവൻ ഹെയർ ഗ്രോത്ത് അവിടെ കൂടാൻ ചാൻസ് ഉണ്ട്. സ്കിന്ന് വൈറ്റ് ആവാം, ഓഫ് കോഴ്സ് തിന്നിങ് ഉണ്ടാവാം. പിന്നെ ചെറിയ കട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും വേറെ എനി ഓയിൻമെൻറ്റ്സ് യൂസ് ചെയ്താൽ അല്ലെങ്കിൽ ഈവൻ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ വിൽ ഹാവ് ബേണിംഗ് സെൻസേഷൻ. സോ അതുകൊണ്ട് വെൻ വി ഗിവ് ഇറ്റ്, വി നോ വി ആർ ഗിവിങ് ഓൺലി ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, അല്ലെങ്കിൽ ഈവൻ വി വോണ്ട് ഗിവ് ഇറ്റ് ടു സം പേഷ്യൻസ്. പക്ഷേ ദർ ആർ മെനി, ഇപ്പം ഈ ഓൺലൈനെല്ലാം എവ്രിബഡി, ഇപ്പം നമ്മളൊരു ഇറ്റ്സ് വെരി ഈസി, നമ്മളൊരു മൊബൈൽ തുറന്നാൽ ഇപ്പം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാം വി സി ഫെയർനെസ് പ്രോഡക്ട്സ്. നമ്മൾ ഓൾവേസ് വി ഷുഡ് ബി കെയർഫുൾ. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് നമ്മൾ വായിച്ച് നോക്കണം.
If it contains steroids, we should not use it. ഇപ്പോൾ സാധാരണ ഒരാൾക്ക് സ്റ്റീറോയിഡ് ഏതൊന്നും മനസ്സിലാവില്ല, അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത് ഈ കോണ്ടന്റ്സ് നോക്കുമ്പോൾ? Steroids, ഇപ്പം sometimes it is easy. ഇപ്പം ഈ SONE ഉള്ള കോമ്പിനേഷൻ മോസ്റ്റ് ഓഫ് ദം ആർ ലൈക്ക് ദാറ്റ്. ഇപ്പം ബീറ്റാമെഥസോൺ, ക്ലോബിറ്റസോൾ പ്രോപ്പിയോണേറ്റ്, ഇപ്പം ഡെക്സാമെഥസോൺ, ഇപ്പം ഹൈഡ്രോകോർട്ടിസോൺ, അപ്പം അങ്ങനത്തെ ചില പ്രോഡക്ട്സ് നമുക്കറിയാം. പിന്നെ ഇപ്പം ഇറ്റ് ഈസ് ഈസി. നമ്മളൊരു ഇത് ചെയ്താൽ ഇപ്പം ആർട്ടിഫിഷ്യൽ AI നമ്മൾ നോക്കിയാൽ തന്നെ വി വിൽ നോ ദ പ്രോഡക്റ്റ്, സം ഓഫ് ദം. പക്ഷേ ദ ക്യാച്ച് ദർ ഈസ് ഇപ്പം മെനി ഓഫ് ദ പ്രോഡക്ട്സ് ഇപ്പം നമ്മളിപ്പോൾ ഓൺലൈൻ കിട്ടുന്ന ഫെയർനെസ് ക്രീംസ് എസ്പെഷ്യലി അവരതിൽ കോൺസ്റ്റിറ്റ്യൂൻസ് എഴുതൂല. എഴുതാതിരുന്നാൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് നമുക്കൊരു ഫസ്റ്റ് ഒരു ഇത് ഉണ്ടാവണം. ഇറ്റ് ഷുഡ് സ്ട്രൈക്ക് ഇൻ അവർ മൈൻഡ് ദാറ്റ് ഓക്കെ ഇറ്റ് കുഡ് ബി സംതിങ്. ബിക്കോസ് നമ്മൾ ആക്ച്വലി ഫ്രാങ്ക്ലി നമ്മൾ പല പേഷ്യൻസ് കാണുന്നുണ്ട്. ഇപ്പം ഐ എം ഷുവർ മോസ്റ്റ് ഓഫ് ദ ഡെർമറ്റോളജിസ്റ്റ് ഓൾ ഓവർ ദ വേൾഡ്, ഇന്ത്യയിലാണ് മാക്സിമം ഫെയർനെസ്സിന് യൂസ് ചെയ്യുന്ന ക്രീം കുറേ നാൾ യൂസ് ചെയ്ത് വെൻ ദ പേഷ്യൻ്റ് എൻറ്റേഴ്സ് നമ്മൾ റൂമിൽ വരുമ്പോൾ തന്നെ നമ്മൾ അവരെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ബിക്കോസ് ദ ഫേസ് ഇസ് റെഡ്. അപ്പം ആൻഡ് ദേ ഹാവ് കം ഫോർ ദ സെയിം തിങ്. അവർ ഈ കംപ്ലയിൻസ് ആയിട്ടാണ് പറയും, ഒരു ചെറിയ ഇച്ചിങ് ബേണിങ് സെൻസേഷൻ ഉണ്ട്. പിന്നെ സെക്കൻഡ് കംപ്ലയിൻറ്റ് വുഡ് ബി ഇവിടെ ഒരു പിഗ്മെൻറ്റേഷൻ. അപ്പോൾ ഫസ്റ്റ് തിങ് ഇഫ് യു ആസ്ക് ദം എന്തെങ്കിലും ക്രീംസ് യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ദേ വിൽ ടെൽ യു ദാറ്റ് ദേ ഹാവ് ബീൻ യൂസിങ് എ ഫെയർനെസ് ക്രീം. അപ്പോൾ അത് ചോദിച്ചാൽ പല ബ്രാൻഡ്സിന് നമുക്ക് പറയാൻ പറ്റാത്തതുണ്ടാവും ബ്രാൻഡ്സ്. പക്ഷേ ദർ ആർ മെനി ബ്രാൻഡ്സ് വിച്ച് ഇസ് വെരി ഫേമസ് ആൻഡ് ഇൻഫേമസ് നമ്മൾ ഡെർമറ്റോളജി സർക്കിൾസിൽ. അവരത് യൂസ് ചെയ്ത് അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടായി. സോ ബാഡ്, എസ്പെഷ്യലി യങ് ഫീമെയിൽസ്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദം ഒരു ഇപ്പം 30-35 മേലെ മെലാസ്മയ്ക്ക് യൂസ് ചെയ്യും. അതേഴ്സ് ആർ ജസ്റ്റ് യൂസിങ് ഇറ്റ് ഫോർ ഫെയർനെസ്സിന് വേണ്ടിയിട്ട് മാത്രം, ഫുൾ ഫേസ്. അപ്പോൾ അത് ചെയ്യുമ്പം ഇറ്റ്സ് വെരി ബാഡ്. സംടൈംസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ഫോർ ദം ടു കം ബാക്ക്. ബിക്കോസ് ഒരു തിക്ക് സ്കിൻ, ലൈക്ക് ഐ സെഡ് എക്സിമ തിക്ക് സ്കിൻ വി ക്യാൻ റെഡ്യൂസ് ദ തിക്നെസ്. പക്ഷേ ഓൾറെഡി തിൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ വി കനോട്ട് ഗിവ് ദ സ്കിൻ ബാക്ക്. ഓക്കെ, പല പ്രോബ്ലംസ്. അപ്പം അതുകൊണ്ട് ആക്ച്വലി ലൈക്ക് യു സെഡ് അതിന് ഫെയർനെസ് പ്രൊഡക്ട്സിൽ മെനി പീപ്പിൾ ആർ യൂസിങ് ഇറ്റ് ഇൻ ഫെയർനെസ് പ്രൊഡക്ട്സ്. പക്ഷെ അത് വി ഹാവ് ടു ബി കെയർഫുൾ. അപ്പം ബെസ്റ്റ് ഇസ് ടു മീറ്റ് എ ഡെർമറ്റോളജിസ്റ്റ് ടു ഡിസ്കസ് വിത്ത് ദം ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന്. ദേ വിൽ ഗിവ് യു കറക്റ്റ് അഡ്വൈസ്. ആൻഡ് ഒരു റൂൾ ഓഫ് തമ്പ് ആയിട്ട് ബെറ്റർ ടു ബി കെയർഫുൾ ദാറ്റ് നമ്മൾ ഏത് ക്രീം യൂസ് ചെയ്താലും ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ടൈം ബെറ്റർ ടു മീറ്റ് ദ ഡോക്ടർ. നോർമലി ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തതാണെങ്കിൽ പോലും നമ്മൾ പിന്നീട് അത് റീവിസിറ്റിൻ്റെ ആവശ്യമുണ്ടാവും. റിവിഷൻ ഇപ്പം അതാണ് ഇപ്പം എക്സിമൊക്കെ ഞാനൊരു ക്രീം പ്രിസ്ക്രൈബ് ചെയ്തു 2 വീക്സിനുള്ളിൽ. അല്ല, എക്സിമ അല്ലാതെ ഇപ്പം നോർമലി ചിലപ്പോൾ ഞാനൊക്കെ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ്. ഐ ഹാവ് എ ഫേസ് വാഷ്, അത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ ഉണ്ട് റെഗുലർലി യൂസ് ചെയ്യുന്ന, ആൻഡ് ഒരു സൺസ്ക്രീൻ. ഇത് ഡെയിലി 2 ടൈംസ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പോൾ മോസ്റ്റ്ലി ഞാൻ അടക്കം എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റീകൺസൾട്ടേഷൻ്റെ ആവശ്യമുണ്ടോ? That's not required at all. അതാണ് these things. അതാണ് most of the patients when they tell me now you have given me a perfect description, this is absolutely correct. പക്ഷെ എൻ്റെ ചില പേഷ്യൻസ് വന്നിട്ട് പറയും എന്നോട്, സർ ഞാനൊരു ഡേ ക്രീം യൂസ് ചെയ്യുന്നുണ്ട്, ഞാനൊരു നൈറ്റ് ക്രീം യൂസ് ചെയ്യും. ബട്ട് ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. യു ഷുഡ് നോ വാട്ട് ദ ഡേ ക്രീം കണ്ടെയ്ൻസ്. യു ഷുഡ് നോ വാട്ട് യുവർ നൈറ്റ് ക്രീം കണ്ടെയ്ൻസ്. അപ്പോൾ നൈറ്റ് ക്രീം ആകുമ്പോൾ മോസ്റ്റ് ഓഫ് ദ നൈറ്റ് ക്രീംസ് വുഡ് കണ്ടെയ്ൻ എ മൈൽഡ് മോയ്സ്ചറൈസർ, ചെറിയൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആക്റ്റീവ്സ് ഇപ്പോൾ റെറ്റിനോയിഡ്സ് എല്ലാം ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ഓക്കെ. യു ഷുഡ് നോ വാട്ട് ഇറ്റ് കണ്ടെയ്ൻസ്. ഇപ്പം ലൈക്ക് യു സെഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഫോർ ക്ലെൻസിങ് യുവർ സ്കിൻ. ഇപ്പോൾ യു ആർ ഗോയിങ് ഔട്ട്, യു ആർ ട്രാവലിംഗ്, യു ആർ കമ്മിങ് ബാക്ക്, വാഷിംഗ് യുവർ സ്കിൻ. അപ്പോൾ ഡെഡ് സ്കിൻ കുറച്ച് പോവും, ഈ മറ്റേ ഡസ്റ്റും എല്ലാം പോകും. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. Sunscreen you are using, very important. രാവിലെ യൂസ് ചെയ്യുക, reapply it in the afternoon. That is also important. Because most of the sunscreens, some of them are long acting. പക്ഷേ മോസ്റ്റ് സൺസ്ക്രീൻസ് ഒരു 4 to 5 hours-നുള്ള അതിൻ്റെ എഫക്റ്റ് ഒരു SPF 50 പുറത്താണെങ്കിൽ പോലും ഈ ലോങ് ഷോട്ട് ആക്ടിങ് ഇല്ല. ഈ SPF 50 ആൻഡ് ലോങ് ഷോട്ട് ആക്ടിങ് ഇസ് ഡിഫറെൻറ്റ്. SPF ആക്ച്വലി ഇഫ് ഇറ്റ് ഇസ് മോർ ദാൻ ഒരു 26-30, if it is more than that, it is more than enough. Actually, one time is enough. No. Actually, 25, 26 and 50 gives almost the same protection. Okay. But duration would depend on what kind of a sunscreen it is. ചില സൺസ്ക്രീൻ ഉണ്ട് ലോങ് ആക്ടിങ്. ഇപ്പോൾ ഫിസിക്കൽ സൺസ്ക്രീൻസ് ആണെങ്കിൽ കുറച്ചുകൂടി ലോങ് ആക്ടിങ് ആയിരിക്കും. അപ്പോൾ അത് കുറച്ച് നേരം നിന്നാൽ, ഇപ്പോൾ നമ്മൾ ഫേസ് കഴുകാതെല്ലാം ഇരുന്നാൽ ഇറ്റ് വിൽ സ്റ്റേ ഫോർ ലിറ്റിൽ ലോങ്ങർ ടൈം. അപ്പോൾ SPF ആക്ച്വലി 26-30 മേലെ ഏത് സൺസ്ക്രീൻ ആയാലും ദാറ്റ് ഇസ് മോർ ദാൻ ഇനഫ്. That gives almost exact, I think around 97 to 98% protection, SPF 30. If it is SPF 50, it will give you 99 protection. So that is still okay. But long acting, short acting, the most sunscreens will give only 4 to 5 hours. Some sunscreens give 8 hours also. The combination of physical and chemical ആയിരിക്കും. That we should see. അതും അവർ അതിൽ എഴുതിയിട്ടുണ്ടാവും. പിന്നെ UVB protection ഉണ്ട്, ultraviolet B, ultraviolet A protection. പിന്നെ right now we are sitting in a studio with lights and all are there. So that can also give ചെറിയൊരു ഇത്. So ചില visible light protection ഉള്ളതും ഉണ്ട്. So ideally you should have a combination, and most of the sunscreens have now combination of UVA, UVB, ultraviolet A, B and visible.
പുറത്തിറങ്ങാത്തൊരു ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഈ ഷോർട്ട് ആക്ടിങ്ങും ലോങ് ആക്ടിങ്ങും നോക്കിയിട്ട് റീ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സൺസ്ക്രീൻ ഐഡിയലി ഇഫ് യു ആർ യൂസിങ് ഇറ്റ് റെഗുലർലി, സൺസ്ക്രീൻ ഐഡിയലി വുഡ് സജസ്റ്റ് എല്ലാ പേഷ്യൻസും സൺസ്ക്രീൻ യൂസ് ചെയ്യണം പ്രോപ്പറായിട്ട്. അപ്പം രാവിലെ യൂസ് ചെയ്യുക, ഉച്ചക്ക് റീ അപ്ലൈ ചെയ്യുന്നത് എന്തായാലും നല്ലതാണ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. ഒരു പ്രാവശ്യം മാത്രം യൂസ് ചെയ്ത് ഇപ്പോൾ രാവിലെ ഞാൻ വർക്കിന് പോവുക, 8 മണിക്ക് അപ്ലൈ ചെയ്തു, ഉച്ചക്ക് അഗെയിൻ വെയിൽ കൊള്ളുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പം ഇഫ് യു യൂസിങ് ഇറ്റ്, അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം 2 നേരം തന്നെ. പിന്നെ എല്ലാവരും നമ്മൾ എത്ര പേഷ്യൻസിനെ സജസ്റ്റ് ചെയ്താലും ഇപ്പോൾ എല്ലാവരും എത്ര പ്രോപ്പറായി സൺസ്ക്രീൻ യൂസ് ചെയ്യും. ടു ബി ഫ്രാങ്ക് വിത്ത് യു, ഐ ഹാവ് നെവർ യൂസ്ഡ് എ സൺസ്ക്രീൻ പ്രോപ്പർലി അൺലെസ് ഞാൻ ഇപ്പം നല്ല വെയിലത്ത് എവിടെയെങ്കിലും നമ്മൾ പോവാന്ന് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു ഏജിങ്ങിനും എല്ലാം ഫോട്ടോ ഏജിങ് എല്ലാം സംതിങ് കോൾഡ് ആസ് ഫോട്ടോ ഏജിങ്. മീൻസ് നമ്മൾ ഏജ് ആവുന്ന ഏജ് അനുസരിച്ചിട്ട് പ്ലസ് ഒരു വെയിലിൻ്റെ എഫക്റ്റും. അപ്പോൾ ഫോട്ടോ ഏജിങ്, അതിൻ്റെ ചെറിയ ഫൈൻ റിങ്കിൾസ്, പിഗ്മെൻറ്റേഷൻ അതെല്ലാം കുറയാൻ വേണ്ടിയിട്ട് സൺസ്ക്രീൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പുറത്ത് പോകുന്നില്ലെങ്കിലും ഐഡിയലി യൂസ് ചെയ്യണം എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് കോൺസെപ്റ്റ്. ഇഫ് യു ആർ യൂസിങ് ഇറ്റ് എന്തായാലും യൂസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ സ്റ്റീറോയിഡ്സിനെ പറ്റിയാണല്ലോ പറഞ്ഞത്. സ്റ്റീറോയിഡ്സ് നമ്മൾ ലോങ് ടേമിൽ യൂസ് ചെയ്യുമ്പോൾ അത് ക്യാൻസറിന് എങ്ങാനും സാധ്യതയുണ്ടോ? ക്യാൻസറിൻ്റെ സാധ്യത ഡയറക്റ്റ് ആയിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞ തിന്നിങ് ഓഫ് സ്കിൻ, നമുക്ക് സ്കിന്നിൻ്റെ കനം കുറഞ്ഞു വരുന്ന കൂടെ പല പ്രോബ്ലംസ് വരാം. പക്ഷേ ക്യാൻസറിൻ്റെ അങ്ങനെ ഡയറക്റ്റ് ഇതായിട്ടില്ല. പക്ഷേ സ്കിന്നിൻ്റെ തിക്നെസ് കുറഞ്ഞു വരാം, സ്കിന്ന് വൈറ്റ് ആവാം, റെഡ്നെസ് ആയി വരാം, ഫോട്ടോ സെൻസിറ്റീവ് വരാം. അപ്പം ആഫ്റ്റർ പീരീഡ് ഓഫ് ടൈം നമുക്ക് വെയിലിൻ്റെ എഫക്റ്റ് കുറച്ച് കൂടുതൽ. ഇപ്പോൾ നോർമൽ ഒരു സ്റ്റിറോയിഡ് യൂസ് ചെയ്യാത്തൊരു പേഷ്യൻറ്റിന് സണ്ണിന് കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ ഉണ്ടാവും. നമ്മൾ ഈ മെലനിൻ പറഞ്ഞ പിഗ്മെൻറ്റേഷൻ നമുക്ക് സ്കിന്നിന് ഉണ്ടാവുന്ന വിച്ച് വിൽ പ്രൊട്ടക്ട്, കുറച്ച് സൺ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. പക്ഷേ മെലനിൻ കുറച്ച് കുറഞ്ഞ് വരാൻ തുടങ്ങും നമ്മൾ സ്റ്റിറോയിഡ് യൂസ് ചെയ്ത ക്രീം. അപ്പോൾ സണ്ണിൻ്റെ കുറച്ച് ഹാംഫുൾ റേസ് കൂടുതൽ എഫക്റ്റ് ഉണ്ടാക്കാം സ്കിന്നിന്. സോ തിയറിറ്റിക്കലി ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ അത്ര കാണാറില്ല, എസ്പെഷ്യലി ഇന്ത്യൻ പേഷ്യൻസ്. ബിക്കോസ് ഇന്ത്യൻ പേഷ്യൻറ്റിന് സ്കിൻ ക്യാൻസേഴ്സ് അല്ലെങ്കിൽ കുറച്ച് കുറവേ ഉണ്ടാവുള്ളൂ ദാൻ ഒരു ഫോറിനർ, ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ ഒരു അമേരിക്കൻ സ്കിൻ. മീൻസ് ഒരു സ്കിൻ ടൈപ്സ് ഉണ്ട്, നമ്മൾ സ്കിൻ ടൈപ്സ് പറയും. അപ്പോൾ ആ ഒരു യൂറോപ്യൻ US ടൈപ്പ് അവർക്ക് സ്കിൻ ടൈപ്പ് 1 എന്നാണ് പറയും. അവർക്കാണ് കൂടുതൽ ചാൻസസ്, ബിക്കോസ് അവർക്ക് മെലനിൻ കുറവാണ്. മോർ ചാൻസസ് കുറച്ച് ക്യാൻസറിൻ്റെ എല്ലാം ഓൾറെഡി പ്രീ ഡിസ്പോസിഷൻ കുറച്ച് കൂടുതലാണ്. ഇന്ത്യൻ സ്കിൻ കുറച്ചും കൂടി ഒരു ടൈപ്പ് 4 ടൈപ്പ് 5 സ്കിൻ എന്നാണ് പറയും. അപ്പോൾ അവർക്ക് അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ടെൻഡൻസി കുറവാണ്, മെലനിൻ കുറച്ച് കൂടുതലാണ്. സോ സ്റ്റിറോയിഡ് ഡയറക്റ്റ് ഐ വുഡ് നോട്ട് സേ, തിയറിറ്റിക്കലി ഉണ്ടെങ്കിലും പ്രാക്ടിക്കലി നമ്മൾ അങ്ങനെ കാണാറില്ല. ഇറ്റ്സ് വെരി റെയർ. ഇപ്പം നമ്മൾ പൊതുവേ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ രണ്ടായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ക്രീമായിട്ടും കേട്ടിട്ടുണ്ട്, ഓയിൻമെൻറ്റ്സ് ആയിട്ടും കേട്ടിട്ടുണ്ട്. പൊതുവേ ഞാനൊരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓയിൻമെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് കേട്ടത്. ഡെയിലി യൂസിന് വേണ്ടിയിട്ടാണ് ക്രീം എന്ന് കേട്ടിട്ടുള്ളത്. അതന്നെയാണോ, അത് തമ്മിലുള്ള വ്യത്യാസം, അത് വേറെ എന്തെങ്കിലും ഉണ്ട്? നമ്മളിപ്പം ഡോക്ടേഴ്സായിട്ട് ക്രീംസും പ്രിസ്ക്രൈബ് ചെയ്യും, ഓയിൻമെൻറ്റ്സും പ്രിസ്ക്രൈബ് ചെയ്യും. ഓയിൻമെൻറ്റ്സിൻ്റെ ഒരു കോൺസെപ്റ്റാണ്, ഓയിൻമെൻറ്റ്സ് കുറച്ചുകൂടി സ്റ്റിക്കിയാണ്, ഒരു ഓയിലിയാണ്. ദാറ്റ് ദ റീസൺ ഈസ് അത് പറയുന്നത് തന്നെ ഒരു വാട്ടർ ഇൻ ഓയിൽ പ്രിപ്പറേഷൻ എന്ന് പറയും. അപ്പം ഓയിൽ കണ്ടൻറ്റ് ആണ്, ഒരു ബേസ് ഓയിൽ കണ്ടൻറ്റ് ആണ് കൂടുതൽ, അതിനാണ് ഓയിൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. ക്രീംസ് പറയുന്നത് ഓയിൽ ഇൻ വാട്ടർ, അപ്പോൾ കുറച്ചുകൂടി ഒരു ആക്വസ് വാട്ടർ ബേസ്ഡ് ആണ്. അപ്പോൾ ക്രീംസ് ആകുമ്പോൾ ഡെയിലി യൂസേജിന് ഇപ്പം നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം പറയുന്നത്, സൺസ്ക്രീൻ ക്രീംസ് പറയുന്നത്. അപ്പോൾ അതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. ഓയിൻമെൻറ്റ്സ് ആകുമ്പോൾ കുറച്ചുകൂടി ഒരു സ്റ്റിക്കി, ഒരു ഓയിലി ഫീൽ ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ. പിന്നെ പല ജെൽസ് ഉണ്ട്, ജെല്ലുണ്ട് നമ്മൾ ഫേസിൽ. ഇപ്പോൾ സൺസ്ക്രീൻ ജെൽസ് ഉണ്ട്, ഹെയർ ജെൽസ് ഉണ്ട്. അതിൻ്റെ ഒരു കോമ്പോസിഷൻ ഈസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. പിന്നെ ലോഷൻസ് വരും, നമ്മളിപ്പം പ്രിസ്ക്രൈബ് ലോഷൻ തരും. ഇപ്പോൾ വലിയ ബോഡി സർഫേസ് ഏരിയ, ഹെയറി ഏരിയാസിൽ നമ്മൾ ലോഷൻ കൊടുക്കും, ബിക്കോസ് അത് കുറച്ചും കൂടി വാട്ടർ ബേസ്ഡ് ആണ്, അതിൻ്റെ അബ്സോർപ്ഷൻ വുഡ് ബി ബെറ്റർ. അപ്പോൾ ക്രീംസും ഓയിൻമെൻറ്റ്സും ആ പ്രിപ്പറേഷൻ ഡിഫറെൻ്റ് ആണ്. ഓയിൻമെൻറ്റ് കുറച്ചും കൂടി ഒരു സ്റ്റിക്കി, ഒരു ഓയിലി പ്രിപ്പറേഷനാണ്. ക്രീം കുറച്ചും കൂടി ഒരു വാട്ടറി, ഒരു ആക്വസ് വാട്ടർ ബേസ്ഡ് പ്രിപ്പറേഷനാണ്. പക്ഷെ രണ്ടും ഡെർമറ്റോളജിസ്റ്റ് രണ്ടും വി പ്രിസ്ക്രൈബ് ബോത്ത്. ഓക്കെ സർ, നേരത്തെ കരിമംഗലത്തിനെ പറ്റി പറഞ്ഞു. അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ്. അതിന്റെ കാരണം എന്താണ്? കരിമംഗലം പിന്നെ അത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണോ? അല്ല, കരിമംഗലം എഗെയിൻ ഒരു ഹോർമോണൽ ചേഞ്ചസ്. ഫീമെയിൽസിനാണ് നമ്മൾ കോമൺ ആയിട്ട് കാണാറ്, ഫീമെയിൽസാണ് കോമൺ ആയിട്ട്. പക്ഷേ ഒരു സെറ്റ് ഓഫ് മെയിൽസിനും അത് ചേഞ്ചസ് കാണാറുണ്ട്. പക്ഷേ മോസ്റ്റ് കേസസിൽ ഫീമെയിൽസിനാണ് അത് വരിക. ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈം, ഒരു 30-35 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് അത് നോർമലി കാണാറ്. പക്ഷേ ചില ഫീമെയിൽസ് പ്രഗ്നൻസിൻ്റെ സമയത്തും വരാം, ഏർലി ഏജ് ഓഫ് ഓൺസെറ്റ്. മെയിനായ റീസൺ ഹോർമോണൽ ചേഞ്ചസ് ആണ്. ഫീമെയിൽ ഹോർമോൺസ്, ഈസ്ട്രോജൻ, മെയിനായിട്ട് ഹോർമോണൽ ചേഞ്ചസ് ആണ് റീസൺ. ബട്ട് പിഗ്മെൻറ്റേഷൻ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെയിൽ കൊണ്ടാൽ പിഗ്മെൻറ്റേഷൻ നല്ലപോലെ കൂടാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി ഒരു പിഗ്മെൻറ്റേഷൻ കരിമംഗലം വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെയിൽ കൊണ്ടുകൊണ്ടിരുന്നാൽ അത് കൂടുതൽ ഡാർക്ക് ആവും, ഓവർ എ പീരീഡ് ഓഫ് ടൈം കൂടി വരും.
മെലാസ്മേൻ്റെ ഒരു പെർമനൻറ്റ് ക്യൂർ ഇല്ല, പല ഓപ്ഷൻസ് ഉണ്ട്. ക്രീംസാണ് നമ്മൾ ആദ്യം എല്ലാവർക്കും കൊടുക്കാറ്, ക്രീംസ് ഉണ്ട്. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ സൺസ്ക്രീൻസ് പറയും, സൺ പ്രൊട്ടക്ഷൻ പ്ലസ് ഈ പിഗ്മെൻറ്റേഷൻ കുറയാനുള്ള പല ക്രീംസ് കൊടുക്കും. പിന്നെ ചില പീൽസ് ഉണ്ട്, കെമിക്കൽ പീൽസ് നമുക്ക് ചെയ്യാം കുറച്ച് പിഗ്മെൻറ്റേഷൻ കുറയാൻ. പിന്നെ ലേസേഴ്സ് ഉണ്ട്, പക്ഷേ ലേസേഴ്സ് അഗെയിൻ നമ്മൾ ഇന്ത്യൻ സ്കിന്നിന് നമ്മൾ ലേസേഴ്സ് യൂസ് ചെയ്താൽ ചിലപ്പം പിഗ്മെൻറ്റേഷൻ്റെ ചാൻസ് കൂടാൻ ചാൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ചില നല്ല ലേസേഴ്സ് ഇല്ലാണ്ട് വിച്ച് ക്യാൻ ഓൾസോ ബി ട്രൈഡ്. പക്ഷേ അത് എന്ത് നമ്മൾ ചെയ്താലും അത് മാറിക്കഴിഞ്ഞാലും അത് കുറച്ച് നാൾ കഴിഞ്ഞാൽ വീണ്ടും വരാം. ബിക്കോസ് നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഹോർമോണൽ ചേഞ്ചസിൻ്റെ ആവുന്നതുകൊണ്ട് ഇറ്റ് ക്യാൻ വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു സാധനമാണ് ലേസർ എന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട്. ഹൗ ഗുഡ് ഇസ് ലേസർ ഫോർ എ ഹെയർ റിമൂവൽ ട്രീറ്റ്മെൻറ്റ്? ഹെയർ റിമൂവൽ ലേസർ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്. ഇപ്പം നമ്മൾ ആര് പറഞ്ഞാലും ഇപ്പം ഷേവ് ചെയ്യുന്നുണ്ട്, ക്രീംസ് ഉണ്ട്, പല പല പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് പേഷ്യൻ്റ്. പക്ഷേ ലേസർ ആണ് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ. സ്കിന്നിനെ സംബന്ധിച്ചും അത് തന്നെയാണ്. ആബ്സല്യൂട്ട്ലി ഹെയർ റിമൂവലിന് വേണ്ടിയിട്ട് ലേസർ ആണ് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ബിക്കോസ് ഒന്ന് അതിൻ്റെ ആ എഫക്റ്റ് വുഡ് ബി കുറച്ചും കൂടി ലോങ്ങർ. ഇപ്പം നമ്മളിപ്പോൾ ഹെയർ ഷേവ് അങ്ങനെ ചെയ്താൽ ഇട്ട് ഒരു 1 വീക്കിനുള്ളിൽ ഒരു ഗ്രോ ബാക്ക്. പക്ഷേ ലേസർ നമ്മളിപ്പം മോസ്റ്റ് പേഷ്യൻസ് നമ്മളൊരു ഇനീഷ്യൽ സിറ്റിങ്സ് പറയുന്ന മന്ത്ലി സിറ്റിങ്സ് പറയും, എവറി 4 to 5 വീക്സ് കൂടുമ്പോൾ വരണം, അല്ലെങ്കിൽ 3 to 4 വീക്സ് കൂടുമ്പോൾ വരണം. അപ്പോൾ ഇനീഷ്യൽ ഒരു 6-8 സിറ്റിങ്സ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഗ്യാപ്പ് കൂട്ടാൻ പറ്റും. ദെൻ ആ ഒരു ഹെയർ സൈക്കിൾ തന്നെ ചേഞ്ച് ആയിട്ട് പിന്നെ ഗ്രോത്ത് വരുന്നത് വുഡ് ബി ആഫ്റ്റർ 6 വീക്സ് ഓർ ആഫ്റ്റർ 8 വീക്സ്. അപ്പോൾ അത് നമുക്ക് ഫ്രീക്വൻസി കൂട്ടിയിട്ട് എവറി 2 to 3 മന്ത്സ് ആക്കാം, പിന്നെ 6 മന്ത്സ് കൂടുമ്പം ചെയ്യാം. സോ ആ ഒരു ഹെയർ സൈക്കിൾ ഇത് ചേഞ്ച് ആവുന്നതാണ്. ദാറ്റ് ഈസ് വൺ. സെക്കൻഡ് തിങ് ഈസ് ഹെയറിൻ്റെ തിക്നെസ് കുറഞ്ഞു വരും. സബ്സിക്വൻറ്റ് സിറ്റിങ്സിൽ ഹെയറിൻ്റെ തിക്നെസ് വിൽ കം ഡൗൺ. അപ്പോൾ നമുക്ക് ഫൈൻ ഹെയർ ആകുമ്പോൾ നമുക്ക് അത്ര വിസിബിൾ അല്ലായിരിക്കും. തേർഡ് തിങ് ഈസ് പിഗ്മെൻറ്റേഷൻ കുറയും. നമുക്ക് കുറച്ച് ഡാർക്ക് ബ്ലാക്ക് ഹെയർ ആണെങ്കിൽ അത് കുറച്ച് ഓവർ എ പീരീഡ് ഓഫ് ടൈം ലേസർ ചെയ്തെങ്കിൽ കുറച്ചും കൂടി ലൈറ്റർ ആവും. സോ അഗെയിൻ ഹെയറിൻ്റെ നമ്പർ കുറയും, തിക്നെസ് കുറയും, പ്ലസ് ലൈറ്റർ ആവും. സോ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി ബെസ്റ്റ്. പക്ഷേ സൈഡ് എഫക്ട്സ് ചില പേഷ്യൻസിന് വരാം. നമ്മൾ അഗെയിൻ അത് സ്കിൻ ടൈപ്പിന് ഡിപ്പെൻഡ് ചെയ്യും. ബിക്കോസ് ഈ ലേസർ ഹെയർ റിമൂവൽ ലേസർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ബേസിക്കലി ഹെയറിൻ്റെ പിഗ്മെൻറ്റേഷൻ ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം ബ്ലാക്ക് ഹെയർ ആണ് നമ്മുടെ സ്കിന്നും, ഇപ്പോൾ കുറച്ച് ഡാർക്ക് സ്കിന്നാണ്, ബ്ലാക്ക് ഹെയർ ആണ്. അപ്പം ലേസർ ടാർഗറ്റ് ചെയ്യുന്ന ഹെയറിനാണെങ്കിലും അതിൻ്റെ സൈഡിൽ നമ്മുടെ സ്കിന്നും കുറച്ച് ഡാർക്ക് ആണെങ്കിൽ അത് ചെറുതായിട്ട് ലേസർ വിൽ ഗോ ആൻഡ് ബൈൻഡ് ടു ദ സ്കിൻ ഓൾസോ. അപ്പം അങ്ങനെ ഒരു ബൈൻഡ് ചെയ്യുമ്പോൾ എഗെയിൻ പിഗ്മെൻറ്റേഷൻ്റെ ചാൻസ് കുറച്ച് കൂടുതലാണ്. നമ്മൾ ഹെയർ ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കുമ്പോൾ ചെറുതായിട്ട് ചിലപ്പോൾ പിഗ്മെൻറ്റേഷൻ വരും, അപ്പം ചിലപ്പം ബേൺസ് എല്ലാം ചെറുതായിട്ട് വരാം. പക്ഷേ ഇതെല്ലാം മിക്കവാറും ഡെർമറ്റോളജിസ്റ്റ് ടെമ്പററി ആണ്, മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഓൾവേസ് നമ്മളിപ്പോൾ ലേസർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതെല്ലാം സ്ട്രിക്റ്റ് സൺ പ്രൊട്ടക്ഷൻ, വെയിൽ കൊള്ളാൻ പാടില്ല, കുറച്ചൊരു മൈൽഡ് നമ്മൾ അഗെയിൻ ഇപ്പോൾ സ്റ്റിറോയിഡിൻ്റെ കാര്യം പറഞ്ഞു, സ്റ്റിറോയിഡ് ക്രീംസ് മൈൽഡായിട്ട് സ്റ്റിറോയിഡ് ക്രീംസ് നമ്മൾ കൊടുക്കുക ഇൻഫ്ലമേഷൻ റെഡ്നെസ് കുറയാൻ വേണ്ടി. പിന്നെ എന്തെങ്കിലും ഐസ് ആപ്ലിക്കേഷൻ, ദീസ് തിങ്സ് നമ്മൾ ചെയ്താൽ ഇറ്റ് ക്യാൻ ബി മാനേജ് വെരി വെൽ. വലിയ സൈഡ് എഫക്ട്സ് ഇല്ലാണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. സർ, നമ്മൾ പറഞ്ഞല്ലോ ഡെർമറ്റോളജിസ്റ്റിനേക്കാളും കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സാണ് ബ്യൂട്ടി പ്രൊഡക്ട്സ് സെല് ചെയ്യണത് അല്ലേ? അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ സൈഡിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി? ബിക്കോസ് എത്രയൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞാലും ഓൺ എ ഡെയിലി ബേസിസ് നമ്മളുടെ ആഡ്, ഇപ്പോൾ ഒരു ആഡ് കണ്ടാൽ അതിനെ ബേസ് ചെയ്തിട്ട് അടുത്ത ആഡ് വരുന്നത്, എല്ലാവരും പെട്ടെന്ന് നമ്മൾ മനസ്സ് ചാടി അതിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിന് എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്? പിന്നെ ഡോക്ടേഴ്സ് കുറച്ചും കൂടെ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവേണ്ട കാര്യമുണ്ടോ? അതും കൂടെ ഒന്ന് പറയുക. ഇപ്പം പല ഡെർമറ്റോളജിസ്റ്റും പല പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സ് ഉണ്ട്, അതൊരു ദാറ്റ് ഈസ് എ വേ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പേഷ്യൻസ് വരാൻ വേണ്ടിയിട്ട് പല ഡോക്ടേഴ്സ് ഉണ്ട്, നമുക്ക് പല സെലിബ്രിറ്റി ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട്, നമ്മൾ അവരുടെ ഓൺ ഇൻസ്റ്റാ ഹാൻഡിൽസ് എല്ലാം ഭയങ്കര ഫേമസ് കുറേ ഫോളോവേഴ്സ് ഉണ്ട്. അതെല്ലാം മെനി പീപ്പിൾ ആർ ഡൂയിങ് ദാറ്റ്. പക്ഷേ ഇൻ ജനറൽ പബ്ലിക് അവയർനെസ്സിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അസോസിയേഷൻ, നമ്മളൊരു IADVL, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഡെർമറ്റോളജിസ്റ്റ്, വെനറോളജിസ്റ്റ്, ലെപ്പറോളജിസ്റ്റ് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ട്. നാഷണലിൽ മോർ ദാൻ 15,000 മെമ്പേഴ്സ് ഉണ്ട്. കേരളത്തിൽ തന്നെ അറൗണ്ട് 1,300 മെമ്പേഴ്സ് ഉണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ അസോസിയേഷൻ ഉണ്ട്. വി ആർ കുറേ അവയർനെസ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മളൊരു യൂട്യൂബ് ചാനലുണ്ട് നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് തന്നെ വന്ന് ഓരോ ഈ അസുഖത്തിനെ പറ്റിയിട്ടെല്ലാം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വ്യൂസ് ശരിക്കും നല്ല കുറവാണ് ദാൻ ഒരു ഇൻഫ്ലുവൻസേഴ്സിന്. ബിക്കോസ് അത് മേ ബി ദ ടൈപ്പും അതെല്ലാം വി ഡോണ്ട് നോ ഡെർമറ്റോളജിസ്റ്റ് നമുക്ക് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ചിലപ്പോൾ, ഇപ്പം മേ ബി എ റീസൺ. പക്ഷേ ദർ ആർ സോ മെനി കുറേ അവയർനെസ് വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി അവയർനെസ് വേണ്ടി ഇപ്പോൾ സ്റ്റിറോയിഡ്സിൻ്റെ കാര്യം പറഞ്ഞാൽ അതിൻ്റെ അവയർനെസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ കോൺഫറൻസസിനും നമ്മുടെ സ്റ്റിറോയിഡിൻ്റെ അവയർനെസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചില റൺസ് ചെയ്യുന്നുണ്ട്, ചില വോക്കത്തോൺസ് ചെയ്തിട്ടുണ്ട്.
ആൻഡ് മെനി ടൈംസ് ഈ മറ്റേ ചെറിയ പാംഫ്ലെറ്റ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ഇതെല്ലാം നമ്മൾ വി ആർ ഡൂയിങ് ഇറ്റ്. പക്ഷേ അതാ അത്ര തന്നെ പബ്ലിക് ഓൾസോ ഷുഡ് നോ ദാറ്റ് ആൻഡ് സ്പ്രെഡ് ഇറ്റ്. ബേസിക്കലി ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ ആ ഒരു അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യം കണ്ടു, അതിനെ പറ്റി കണ്ടു, പക്ഷേ അതിനെ പറ്റിയിട്ട് കുറച്ചുകൂടിയും സമയം ഉണ്ടായാലും നമ്മൾ അതിനെ പറ്റിയിട്ട് ആലോചിച്ച് അതിന് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കത് ഫോളോ ചെയ്യാം. പക്ഷേ ഈ നമ്മുടെ ഹെൽത്ത്, സ്കിൻ ഹെൽത്ത്, ഹെയർ ഹെൽത്ത് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതിന് നമ്മൾ അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ ഈ നമ്മൾ ഹിയർസേ കേട്ട് നമ്മളെ ഫ്രണ്ട്സ്, നമ്മളെ റിലേറ്റീവ്സ് പറഞ്ഞ് മാത്രമല്ല, നമ്മൾ തന്നെ വി ഷുഡ് നോ വാട്ട് ഈസ് ഗുഡ് ഫോർ അസ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിന് നല്ലതാണ്, ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ഈസ് ഗുഡ് ഫോർ അസ്. അതുകൊണ്ട് വി ഷുഡ് ബി കെയർഫുൾ. അതാണ് നമ്മൾ എത്ര അവെയർ ആവുന്ന അത്ര നല്ല. നമ്മുടെ അസോസിയേഷൻ ഈസ് ഡൂയിങ് എ ലോട്ട്, വി ആർ ഡൂയിങ് എ ലോട്ട് ഫോർ ക്രിയേറ്റിംഗ് അവെയർനെസ്. പക്ഷേ എന്നാലും ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺ ദ നമ്മുടെ പബ്ലിക് പേഷ്യൻസിൻ്റെ കയ്യിലാണ് എത്ര ഹൗ മച്ച് ദേ ആർ ഇൻവോൾവ് വിത്ത് അസ് ഓൾസോ. ദാറ്റ് ഈസ് ദ തിങ്. പിന്നെ ഈ ചിക്കൻ പോക്സ് കാര്യങ്ങളൊക്കെ വരാറുണ്ടല്ലോ, അപ്പോൾ സ്കിന്നിൽ ഇതേപോലെ അതിൻ്റെ ആക്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കംപ്ലീറ്റ്ലി മാറാൻ സാധ്യതയുണ്ടോ? ഈ സ്കാർസ് വന്നാൽ നമുക്കിപ്പോൾ സ്കാർസ് പറയുന്ന ചെറിയ കുഴിയെല്ലാം വരുന്നത്, ഇപ്പം നമുക്കൊരു മൂക്കുരു വന്നാൽ, മൂക്കുരു മോസ്റ്റ് കേസസ് നമ്മളൊന്നും തൊടാതിരുന്നാൽ നമുക്കത് സ്കാറായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, സ്കാർ വരാതെ. പക്ഷെ നമ്മളത് പൊട്ടിച്ചു, അല്ല അതുപോലെ ഇപ്പം ചിക്കൻ പോക്സ് വന്നു, അത് പൊട്ടിച്ചാൽ നമുക്കൊരു ചെറിയൊരു സ്കാർ കുഴി പോലെ വരാം. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ പോലെ തന്നെ പ്രിവെൻഷനാണ് ഏറ്റവും നല്ലത്. അത് വരുമ്പം നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, പൊട്ടിക്കാതിരിക്കുക, ദാറ്റ് ഇസ് ദ ബെസ്റ്റ് വേ. വന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ കുറച്ചുകൂടി ഈസിയാണ്. കളർ ചേഞ്ച്, ഇപ്പോൾ ഒരു ഹീലാവുമ്പം ഒരു കുരു അല്ലെങ്കിൽ ചിക്കൻ പോക്സ് പിഗ്മെൻറ്റേഷൻ, കളർ ചേഞ്ച് ബ്ലാക്ക് ആയാലും കുറച്ചും കൂടിയും ഈസിയാണ് ട്രീറ്റ്. പക്ഷെ ഒരു സ്കാർ വന്നു, നമ്മളൊരു മെഡിക്കൽ ടേംസ് സ്കാർ മീൻസ് ഒരു ചെറിയൊരു കുഴി പോലെ, അത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. പിന്നെ നമുക്ക് ചില പ്രൊസീജിയേഴ്സ് ചെയ്താലേ ആ സ്കാർസ് കുറയുള്ളൂ. അതും സ്കാർസിൻ്റെ ഒരു പെർമനൻറ്റ് ക്യൂർ ഇല്ല. അതും ഒരു നമ്മുടെ പെർസെൻറ്റേജ് വൈസേ പറയാൻ പറ്റും. ഒരു മേ ബി ഒരു 50 to 70% മാത്രമേ നമുക്കത് കുറച്ച് നോർമലൈസ് ആക്കാം. അതിന് പല സർജിക്കൽ, അതിന് തന്നെ ഒരു ബ്രാഞ്ച്, ഒരു സബ് ബ്രാഞ്ച് പോലെ ഡെർമറ്റോ സർജറി പറഞ്ഞിട്ടുണ്ട്. ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് നമ്മൾ സ്കാർ കുറക്കാൻ വേണ്ടിയിട്ട്. ചില ഇഞ്ചെക്ഷൻസ് ചെയ്യും, ചെറിയൊരു മൈക്രോ നീഡ്ലിംഗ് RF പറഞ്ഞ്, ഈ ലേസർ പോലെ തന്നെ മൈക്രോ നീഡ്ലിംഗ് RF ഉണ്ട്. ലേസേഴ്സ് തന്നെയുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ലേസേഴ്സ് എല്ലാം സ്കാർ കുറക്കാനെല്ലാം. അതെല്ലാം ചെയ്യാം. പക്ഷേ ഓൾവേസ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ. ഡെഫിനറ്റ്ലി ഇതെല്ലാം വന്നാൽ ചിക്കൻ പോക്സ് ഇമീഡിയറ്റ്ലി നമ്മൾ ഡോക്ടറിനെ കാണിക്കാൻ പോയി മെഡിസിൻസ് തന്നാൽ നമുക്കത് കൂടുതലാവുന്നതിന് മുന്നേ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്താൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ബെസ്റ്റ്. നമുക്ക് എത്ര ചോദിച്ചാലും എന്താ പറയുക, സംശയങ്ങൾ തീരാത്തൊരു ബ്രാഞ്ചാണ് ഹെയർ ആണെങ്കിലും സ്കിൻ ആണെങ്കിലും. ബിക്കോസ് അത്രമാത്രം നമുക്കൊക്കെ, നമ്മളെല്ലാവരും കോൺഷ്യസ് ആണ് നമ്മളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ സാർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം കാര്യങ്ങൾ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. Thank you. Thanks.